ഇതുപോലെ വിരിച്ച് വെച്ച വിരിയില്, ഇതുപോലെ ഡെക്കറേഷൻ ചെയ്ത ഡെക്കറേഷനിൽ ജീവനുള്ള ജീവിയുടെ ഫോട്ടോ കണ്ടുപോയി. ഭക്ഷണം കഴിക്കാതെ വീട് വിട്ട് ഇറങ്ങിപ്പോയി. മുത്തുനബി തങ്ങളെ കൂടെ നടന്ന അരുമ ശിഷ്യനാ. ലോകമേ, ഈ മഹാനിൽ നിന്ന് ഖുർആൻ പഠിക്കൂന്ന് നബി തങ്ങൾ പ്രവചിച്ച മഹാനാണ്. നാളെ ഖബറിലെത്തുമ്പോ ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് ആ ഇബ്നു മസ്ഊദ് തങ്ങളുടെ ഖുർആനോത്ത് തുണയാകുമെന്നും ഖുർആനോത്തിന്റെ പേരിൽ ഒരു കാത് അബൂജഹൽ അരിഞ്ഞെടുത്ത മഹാനാണ്. നാളെ അള്ളാഹുവിന്റെ കോർട്ടിലെത്തുമ്പോ ഇബ്നു മസ്ഊദ്, നിങ്ങളെ കാതെവിടെ പോയി? നിന്റെ ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ വിശുദ്ധമായ കഅബയുടെ ചാരത്ത് വെച്ച് സുന്ദരമായി ഒന്ന് ഓതിയപ്പോ ഈ നിൽക്കുന്ന അബൂജഹലിന്റെ കാത് അരിഞ്ഞെടുത്തു അല്ലാ എന്ന് പരലോകത്ത് സാക്ഷ്യപ്പെടുത്തി പറയുന്ന മഹാനാണ്. ഭക്ഷണം കഴിക്കാതെ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. ഉലമാഇന് പിന്തുണയുണ്ടോ? ഒരൊറ്റ ഹറാമേ അവിടെ കണ്ടിട്ടുള്ളൂ. ആണും പെണ്ണും കൂടിക്കലരുന്ന രംഗമില്ല. അതന്നത്തെ കാലത്തോ നമ്മുടെ ബാപ്പമാരെ കാലത്തോ നമ്മുടെ യൗവനത്തിന്റെ കാലത്ത് വരെ അത് കണ്ടിട്ടില്ല. കുറച്ച് ദുനിയാവ് അള്ളാഹു കയ്യിലങ്ങ് തന്നപ്പോ, കുറച്ച് ഗൾഫിലൊക്കെ പോയിട്ടൊരു മഞ്ഞ കയ്യിലേക്ക് അല്പം ഇങ്ങ് വന്നപ്പോ അള്ളാഹുവിനെ മറന്നുപോയി, മുത്തുനബി തങ്ങളെ മറന്നുപോയി. നീ എപ്പോഴെങ്കിലും ഒരു മൗലിദ് സദസ്സ് സംഘടിപ്പിച്ചത് കൊണ്ട് മാത്രമായില്ല, ഏതെങ്കിലും ഒരു സദസ്സിലേക്ക് സഹായം ചെയ്തത് കൊണ്ട് മാത്രമായില്ല. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നിൽ നിന്നും എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്, എത്ര ദുനിയാവിന്റെ മഞ്ഞ കയ്യിൽ വന്നാലും നബി തങ്ങൾ പഠിപ്പിച്ചൊരു ദീനുണ്ട്, ഒരു നിയമമുണ്ട്, അത് മറികടന്നുകൂടാ. അല്ലാഹുവിന്റെ റസൂല് ഏറ്റവും ഈ ഉമ്മത്തിൽ പേടിച്ചത് അതാണ്. അതാണ് ഇപ്പൊ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ മാസം ഒരു സ്ഥലത്ത് ആർഭാടപൂർവം ഹറാമിന്റെ കൂത്തരങ്ങായിട്ടൊരു ഫംഗ്ഷൻ നടന്നപ്പോ ഒരു മാന്യനായ ഉസ്താദ് മാന്യതയുള്ള ഭാഷയില്, കാർക്കശ്യമുള്ള ശൈലിയിലൊന്നല്ല, മാന്യതയുള്ള ഭാഷയിൽ ഉപദേശിച്ചപ്പോ ചെറുപ്പക്കാരന്റെ വർത്തമാനം എന്താണെന്നറിയോ? ജനങ്ങൾ തന്ന സഹായം കൊണ്ടല്ല ഞാനിത് ചെയ്തത്, ഞാൻ സമ്പാദിച്ച പണം കൊണ്ടല്ലേ. നിങ്ങൾക്ക് എന്താണ് അതിൽ ഇത്ര മുറുമുറുപ്പ്? അതല്ലേ നമ്മളെ ആൾക്കാർക്കും പറയാനുള്ളത്. ഏറിപ്പോയ അതല്ലേ പറയാനുള്ളത്. നിങ്ങളൊന്ന് പറയും, മറ്റൊരു ഭാഷ എന്താ പറയാനുള്ളത്? മൊയ്ലിയരെന്തിനാ അതിൽ ഇത്ര തുള്ളുന്നത്? നമ്മളെ യേശുണ്ടല്ലേ എന്നല്ലേ പറയാനുള്ളത്. അത് കാറൂന്റെ ഭാഷയാണ്. ഖുർആൻ പറഞ്ഞ കാറൂന്റെ ഭാഷ. ഈ സ്വത്തൊക്കെ കിട്ടിയത് എന്റെ വിവരം കൊണ്ടാന്ന് പറഞ്ഞ കിബറിന്റെ ഭാഷ അല്ലേ. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, കാറൂന്റെ ഭാഷയാണത്. സ്വത്ത് തന്ന അള്ളാഹുവിനെ നീ മറന്നു അല്ലേ? അതിന് സഹായകമായിട്ട് നിനക്ക് വേണ്ടി സ്വത്തിനും മറ്റൊക്കെ സംരക്ഷണവും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി തന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മറന്നു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ പേടിക്കുന്നത് ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, ഓരോ ഉമ്മത്തിനും ഓരോ ഫിത്നയുണ്ട്. വഫിത്നതു ഉമ്മത്തി അൽ മാൽ, എന്റെ ഉമ്മത്തിന്റെ ഫിത്ന അൽ മാലു, സമ്പത്താകുന്നു എന്ന് സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ. എത്ര നിങ്ങളെ കയ്യിൽ കിട്ടിയാലും മക്കളെ കയ്യിൽ കിട്ടിയാലും അതൊന്നും ശാശ്വതമല്ല. ഇന്ന് തീർന്നാൽ ഇന്ന് തീർന്ന്, അവസാനത്തെ ശ്വാസം ഇന്ന് വലിച്ചാൽ നാളെ മറ്റുള്ളവർ ഭാഗിച്ചെടുത്തു പോയി. അത്രേ ഉള്ളൂ. അത് ഈ പരിപാടി കഴിഞ്ഞിട്ട് കഴിഞ്ഞു പോയാൽ കഴിഞ്ഞു, പിന്നത് എണ്ണാനില്ല, അതിന്റെ വലുപ്പൊന്നും പറയാനില്ല. അല്ലാഹു അത് കയ്യിൽ തന്നിരിക്കുന്നത് സുഹൃതങ്ങൾക്ക് വേണ്ടിയാണ്, നിയമങ്ങൾ ധിക്കരിക്കാനല്ല, ഹറാമുകൾ വാരിപ്പുണരാനല്ല. മദ്യം വിളമ്പുന്ന കല്യാണം നഊദു ബില്ലാഹ്, മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന കല്യാണം നഊദു ബില്ലാഹ്, സിനക്ക് പ്രേരിപ്പിക്കുന്ന കല്യാണം നഊദു ബില്ലാഹ്, അന്യാണും അന്യ പെണ്ണും ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്ന കല്യാണം നഊദു ബില്ലാഹ്, അന്യാണും അന്യ പെണ്ണും തോളോട് തോളുരുമ്മി നിന്ന് പരസ്പരം വായിലേക്ക് മിഠായി കൈമാറുന്ന കല്യാണം നഊദു ബില്ലാഹ്, ഹലാലായിട്ട്
നേരിട്ട് നിക്കാഹ് ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ ശരീരം സ്പർശിക്കുന്ന കല്യാണങ്ങളും സദസ്സുകളും നഊദു ബില്ലാഹ് ദീൻ അനുവദിക്കുമോ? കാണാൻ തന്നെ പരിമിതമായ സ്ഥലങ്ങളും പരിധിയും ആണിനും പെണ്ണിനും വെച്ച് തന്ന ദീന് തൊടാൻ പറഞ്ഞിട്ടുണ്ടോ? കൈകൊടുക്കാൻ പറ്റുമോ? അങ്ങോട്ടും ഇങ്ങോട്ടും പലഹാരം കൊടുത്തിട്ട് ഒന്ന് മുസാഫഹത്ത് പറ്റുമോ? അപ്പുറത്തും ഇപ്പുറത്തും നോക്കി നിൽക്കുന്ന കാരണവന്മാരെ, ഉമ്മമാരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീഅത്ത് കളഞ്ഞു കുളിക്കുന്നതിന് സാക്ഷ്യം വഹിച്ചാൽ മുത്തുനബി തങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുമോ? അള്ളാഹിന്റെ റസൂല് നമ്മളെ സ്നേഹിക്കുമോ? ആഖിറത്തിൽ നമുക്ക് ശഫാഅത്ത് തരുമോ? എന്റെ ദീനിന്റെ നിയമങ്ങൾ മാറ്റിമറിച്ചവരാണ്, അവർക്ക് ഞാൻ എൻ്റെ ഹൗലിൽ നിന്ന് വെള്ളം കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തപ്പെടുന്ന വിഭാഗത്തിൽ പെട്ടേക്കുമോ? 3 അഭിപ്രായങ്ങൾ മഹാന്മാർ അതിൽ പറഞ്ഞപ്പോ ഇമാം ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർർ റഹ്മഹുല്ലാഹ് പറഞ്ഞു, എന്റെ ദീനിന്റെ നിയമങ്ങൾ മാറ്റിമറിച്ചവർ എന്ന് പറഞ്ഞിട്ട് അള്ളാഹിന്റെ റസൂൽ ആട്ടിയോടിക്കുന്നു എന്ന് പറഞ്ഞതിൽ 3ാമത്തെ അഭിപ്രായം അസ്ഹാബുൽ കബായിരി, വൻദോഷങ്ങൾ ചെയ്തവരാ. ഈ എണ്ണിയതൊന്നും വൻദോഷമല്ലെങ്കിൽ പിന്നെ വൻദോഷങ്ങളേതാ? നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണ്ടേ? ദീനനുസരിച്ച് ജീവിച്ചവർക്ക് മുത്തുനബി തങ്ങൾ താങ്ങും തണലുമായിട്ടുണ്ട്, അവർക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, സംരക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്, രോഗങ്ങൾക്ക് ചികിത്സ കൊടുത്തിട്ടുണ്ട്, പരീക്ഷണങ്ങളിൽ പതറാതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ അവരെ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. എത്രയോ മഹാന്മാർക്ക് അല്ലാഹുവിന്റെ റസൂൽ സന്തോഷവും സുവിശേഷവും പരിഹാരവും നൽകിയിട്ടുണ്ട്. ദീനനുസരിച്ച് അടിയുറച്ചു നിൽക്കുന്ന മുഹിബ്ബീങ്ങളാണോ? സംശയം വേണ്ട, മുത്തുനബി തങ്ങളെ സഹായമുണ്ട്. ഞാനും നിങ്ങളും ചെയ്യുന്നത് അല്ലാഹുവിന്റെ റസൂല് കാണൂലേ? കാണാതെ പിന്നെങ്ങനെയാ സാക്ഷി നിൽക്കല്? നബി തങ്ങൾ നമുക്ക് സാക്ഷിയല്ലേ? ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. എല്ലാ വീട്ടിലും മങ്കൂസ് മൗലിദ് ഓതുമ്പോ ഈ ഒരു ആയത്ത് കൂടുതൽ കേൾക്കാറില്ലേ? ഹദീസിൽ കേൾക്കാറില്ലേ? ഇന്നാ അർസൽനാക ഷാഹിദൻ, നബിയെ അങ്ങയുടെ ഉമ്മത്തിന് അങ്ങ് സാക്ഷിയാണ്. ഈ ഉമ്മത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ആളുകള്, കോടിക്കണക്കിന് ആളുകള്, അത് ഈ കുഗ്രാമത്തിലെ ആളുകളാണെങ്കിലും ഈ ജില്ലയിലെ ആളുകളാണെങ്കിലും ഈ സംസ്ഥാനത്തെ ആളുകളാണെങ്കിലും ഈ രാഷ്ട്രത്തിലെയും മറ്റു രാഷ്ട്രങ്ങളിലെയും ആളുകളാണെങ്കിലും ഒരാളെയും വേർതിരിച്ച് അറിയാതിരിക്കൂല. എല്ലാവർക്കും നബിതങ്ങൾ ഷാഹിദാൻ. സാക്ഷി നിൽക്കുന്ന ആൾക്ക് 2 വിഷയം വേണം. ഒരാളെ സാക്ഷിയായി പരിഗണിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ അയാൾക്ക് വേണം. ഒന്ന്, അയാൾക്ക് കണ്ണിന് കാഴ്ച വേണം. കാഴ്ചയില്ലാത്ത ഒരാളെ നിങ്ങൾ നിക്കാഹിന് സാക്ഷിയായി കൂട്ടോ? കാഴ്ചയില്ലാത്ത ഒരാളെ കോർട്ടിൽ സാക്ഷിയായി കൂട്ടോ? സാക്ഷിക്ക് കാഴ്ച വേണം, സാക്ഷിക്ക് കേൾവിയും വേണം. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അല്ലാഹുവിന്റെ റസൂല് കാണുന്നുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? വഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു. നിങ്ങൾ ചെയ്യുന്ന ഓരോരോ പ്രവർത്തനങ്ങളും അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂല് കാണുന്നുണ്ട്. മുത്തുനബി തങ്ങൾ പറഞ്ഞ ഹദീസിലും അങ്ങനെയല്ലേ ഉള്ളത്? തുറദു അലയ്യ അമാലുക്കും, നിങ്ങളുടെ ഓരോരോ കർമ്മങ്ങളും എനിക്ക് വെളിവാക്കപ്പെടും. ഈ സദസ്സ് മാത്രമല്ല, സ്വലാത്ത് ചൊല്ലുന്നത് മാത്രമല്ല, നിസ്കരിക്കുന്നത് മാത്രമല്ല, ഓരോ കർമ്മങ്ങളും വെളിവാക്കപ്പെടും. ആ വെളിവാക്കപ്പെട്ടതിനനുസരിച്ച് പ്രതികരണവും സന്ദേശവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തു നിന്ന് വരും. കണ്ടില്ലേ നിങ്ങൾ, ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാൻ.
ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അവിടുത്തെ ശിഷ്യനെ വിളിച്ചു പറയുന്നു, റബീ എന്ന് പറയുന്ന ശിഷ്യനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ റബീഅേ, ഈ എഴുത്ത് നീ വാങ്ങിയിട്ട് പെട്ടെന്ന് നീ എഴുത്തുമായിട്ട് പോകണം. എന്നിട്ട് എൻ്റെ ശിഷ്യൻ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അടുത്ത് കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ട്